കാറ്റല്ലേ. ഞാനിപ്പോൾ നിൽക്കുന്നത് തേവള്ളിപ്പാലം, അതായത് നമ്മുടെ കൊല്ലം ടൗണിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ, ഏകദേശം ഒരു 2 കിലോമീറ്റർ കടവൂർ പള്ളിയുണ്ട്. കടവൂർ പള്ളിക്കുള്ള പോകുന്ന ഒരു പാലമാണിത്, തേവള്ളിപ്പാലം. ഈ പാലത്തു നിന്ന് കുറച്ച് നമ്മൾ അങ്ങോട്ട് നടക്കുമ്പോൾ, അതായത് കടവൂർ സൈഡിലോട്ട് നടക്കണം. കടവൂർ സൈഡിലോട്ട് നടക്കുമ്പോൾ കടവൂർ പള്ളിയാണ് മെയിൻ. ആ പള്ളിയുടെ തൊട്ട അരികിലായിട്ട് കുറേ നല്ല ഫിഷ് സ്റ്റോളുകളുണ്ട്, നല്ല ഫ്രഷ് മത്സ്യങ്ങൾ കിട്ടുന്നത്. അത് നമ്മൾ ഈ അഷ്ടമുടി കായലാണ്, ഈ അഷ്ടമുടി കായലിൻ്റെ കുറുകെയാണ് ഈ പാലം. ഇവിടെ നല്ല മത്സ്യങ്ങൾ കിട്ടും, നല്ല മീൻ എല്ലാം കൂടി അവരിവിടെ വിൽക്കുന്നുണ്ട്. വിൽക്കുന്ന കൂടാതെ അവിടെ തന്നെ ഇട്ട് അവരുടെ വീടുകൾ താഴെ ഉണ്ട്, അവിടെ ഇട്ട് വറുത്ത് കൊടുക്കുകയും ചെയ്യുന്നത്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാമല്ലേ, വയോ. കേട്ടോ, ഇവിടെയാണ് ഈ ഫിഷ് സ്റ്റോളുകൾ വരുന്നത്. മറ്റേ കക്കയൊക്കെ വാരിയതിൻ്റെ അതിൻ്റെ അവശിഷ്ടങ്ങൾ കിടപ്പുണ്ട്, കക്ക കുത്തിയതിൻ്റെ ഒക്കെ. ഇവിടെ മൊത്തം എല്ലാം ഫ്രഷ് മത്സ്യങ്ങളാണ്, ഫ്രഷ് സീ ഫുഡ് ഇവിടെ മൊത്തം കിട്ടും. അത് നിറച്ച് ഇങ്ങനെ അടുക്കനെ കടകളാണ്. ഇതിൻ്റെ താഴത്ത് ഇവരുടെ വീടുകളും കൂടെ ആണ്. കടവൂർ പള്ളിയുടെ തൊട്ട് ഇടത്തെ സൈഡിൽ അവിടെ ഒരു വഴിക്ക് തൊട്ട് ഇപ്പുറത്തുള്ള സെൻറ്റ് ജോർജ് ഫിഷ് സ്റ്റാളിലാണ്. സെൻറ്റ് ജോർജ് ഫിഷ് സ്റ്റാൾ. ഈ സ്റ്റാളിൽ കുറേ നല്ല മീനുകളുണ്ട്. ആ മീനുകൾ ഇവർ തന്നെ നമുക്ക് വറുത്ത് തരും. നമുക്ക് എന്തായാലും ഉള്ളിലേക്ക് കയറാം. അവിടുത്തെ ചേട്ടനെയും ബാക്കിയെല്ലാ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാലേ. അയ്യോ ജോയിച്ചേട്ടാ, നമസ്കാരം. അപ്പോൾ ഇതാണ് ജോയിച്ചേട്ടൻ. ജോയിച്ചേട്ടൻ്റെയാണ് നമ്മുടെ കട. ഇത് ഷെർലിൻ ചേച്ചി ചേട്ടൻ്റെ വൈഫാണ്. അപ്പോൾ ചേട്ടാ, എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? ഇവിടെ നമ്മൾ മെയിനായിട്ട് എന്തൊക്കെയാണ് വിൽക്കുന്നത്? ഞണ്ട്, കൊഞ്ച്, കരിമീൻ. എന്താ? ഞണ്ട്, കൊഞ്ച്, കരിമീൻ, കക്ക, കല്ലുമേക്ക. കല്ലുമ്മക്കായൊക്കെ ഉണ്ട് കേട്ടോ. കല്ലുമേക്ക, കണവ, പിന്നെ പരവ, ആവോലി, നെയ്മീൻ, എല്ലാത്തരം മീനും ഇപ്പം എല്ലാം ഉണ്ട്. മറ്റേ കായലിലും കടലിലൊക്കെ കിട്ടുന്നതെല്ലാം മിക്കതും ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇത് ഇപ്പം എങ്ങനെയാണ് ആൾക്കാർ വന്ന് ചോദിക്കുമ്പോഴാണോ നമ്മൾ എങ്ങനെയാണ് ഇത് വിൽക്കുന്നത്? മൊത്തമായിട്ട് കൊടുക്കുവാണോ അതോ വറുത്ത്? മൊത്തമായിട്ട് കൊടുക്കും, ഹോൾസെയിലുമായിട്ട് കൊടുക്കും, റീറ്റെയിലും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ പ്രിപ്പയറും ചെയ്ത് കൊടുക്കും. 50 കിലോ വേണമെന്ന് വെച്ചാലും കൊടുക്കും. 50 കിലോ വേണമെന്ന് വെച്ചാലും കൊടുക്കും. അത്രയ്ക്ക് ഉണ്ട്. ഇപ്പം ഇത് എവിടെ നമ്മൾ ഈ മത്സ്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത്? നമ്മുടെ ഈ അഷ്ടമുടി കായലിൽ ഇവിടെ നിന്ന് തന്നെ, ഈ ഒരു പരിസരത്ത് തന്നെയാണ് മൊത്തം. എല്ലാം ഫ്രഷാണ്. ഇപ്പോൾ ഞണ്ടൊക്കെ ഞാൻ വന്നപ്പോൾ തന്നെ നോക്കി ജസ്റ്റ് വെറുതെ ജീവനോടുള്ള ഞണ്ടൊക്കെ തന്നെയാണ് ഇവിടെ. എല്ലാം ജീവനുള്ള ഫ്രഷ് സാധനങ്ങളാണ് മൊത്തം. പിന്നെ ഇവിടെ എന്താ പറയുക, നമുക്ക് ഇത് ഉണ്ടാക്കിയും കൂടി കൊടുക്കുന്നുണ്ട് ആവശ്യക്കാർക്ക്. അത് വന്ന് ചോദിക്കുമ്പോൾ നമ്മൾ കൊടുക്കണം. ആവശ്യപ്പെട്ടാൽ മാത്രം ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇന്നാരാ നമുക്കിത് ഉണ്ടാക്കി തരാൻ പോകുന്ന ആരാണ്? ചേച്ചിയാണ്. ചേച്ചി, ഇതിപ്പോ എത്ര നാളായി തുടങ്ങിയിട്ട്? 5 വർഷമായി. 5 വർഷമായി. 5 വർഷമായി എന്ന് പറയണേ ആണല്ലേ? 5 വർഷം. അപ്പോൾ 5 വർഷമായിട്ട് ഇത് നമ്മൾ മത്സ്യങ്ങൾ മൊത്തമായിട്ട് കൊടുക്കുന്നതുകൊണ്ട് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ. ഇതിൻ്റെ അകത്തൊക്കെ അത് നിറച്ച് എന്താ പറയുക, കുറേ മത്സ്യങ്ങളൊക്കെ ശരിക്കും ഉണ്ട്. ഇതിനകത്ത് കരിമീനുണ്ട്, ഇതിനകത്ത് കായലിലെ കക്കയെന്ന് പറയുന്നത് അത്. പിന്നെ ഇവിടെ ഇതെന്താ ചെയ്ത് മറ്റേ ഏഞ്ചൽ ഫിഷിനെ പോലെ ഇരിക്കുന്നത് ആവോലി. ഇങ്ങനെ കുറേ ഉണ്ട്. വലിയ കരിമീൻ, ഇത് വലിയ കരിമീനാണ്. നല്ല എന്താ പറയുക, ഇവ രാവിലെ എടുത്തിട്ട് വരുമല്ലേ? രാവിലെ നമ്മൾ എല്ലാം ചെയ്ത് കൊണ്ടുവരാണ് ഇങ്ങോട്ട്. ഇതിനകത്ത് ഓക്കെ ചെമ്മീൻ ഇതെല്ലാം ഇവിടെ ഇങ്ങനെ സ്റ്റോക്കാണ്. ആൾക്കാർ വരുന്നതനുസരിച്ച് കൊടുക്കുകയും ചെയ്യും, ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും ആവശ്യപ്പെട്ടു. അപ്പോൾ നമ്മളെന്തായാലും ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ചേച്ചി എന്താണ് നമുക്ക് ഇന്ന് ഉണ്ടാക്കി തരാൻ പോകുന്നത്? ആദ്യം ഞണ്ട് റോസ്റ്റ്. അപ്പോൾ നമുക്ക് തുടങ്ങല്ലേ ഉണ്ടാക്കാൻ? അപ്പോൾ ഞണ്ട് എടുക്കണമല്ലോ ആദ്യം. എല്ലാത്തിനും ജീവനുണ്ട് അല്ലേ? ഇതാണ്ട വെറുതെ കടി വാങ്ങിച്ചു വിട്ടു നിറച്ച് ആയി. എല്ലാം ജീവനോട് തന്നെ ഉള്ളതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും എടുക്കാം, തുടങ്ങാല്ലേ? ഇതാണോ? ഇതല്ലേ അച്ചാറാ? ഇതിവിടെ ഉണ്ടാക്കുന്നതാണോ? ഇവിടെ കക്ക അച്ചാറും ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഇത് എന്തൊക്കെ അച്ചാർ ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ? അന്നത്തേക്ക് ഉണ്ടാക്കി എപ്പോൾ കൊടുക്കും? സ്റ്റോക്ക് ചെയ്യത്തില്ല, ഫ്രഷ് ആയിട്ട് തന്നെ കൊടുക്കും അല്ലേ? 1 മണിക്കൂർ. ഇപ്പൊ രാവിലെ പറഞ്ഞു കഴിഞ്ഞാൽ 1 മണിക്കൂറിനകത്ത് ഉണ്ടാക്കി കൊടുക്കുമല്ലോ, ഓർഡർ അനുസരിച്ച്. ഇത് ഓർഡർ അനുസരിച്ചാണ് ഉണ്ടാക്കുന്നത് അച്ചാർ. എല്ലാത്തരം മീനുകളിലും മിക്കവാറും ഉണ്ടാക്കി കൊടുക്കുമല്ലേ? ഫ്രൈ ചെയ്ത് കൊടുക്കും. കരിമീൻ ഫ്രൈ ചെയ്ത് കൊടുക്കും അന്നേരം തന്നെ.
അപ്പൊ പെട്ടെന്ന് തന്നെ എല്ലാ സംഭവങ്ങളും. അപ്പോൾ വേണമെങ്കിൽ ഓർഡർ ചെയ്താൽ നമുക്ക് അച്ചാറും കിട്ടും. അപ്പോൾ എന്തായാലും നമുക്കിനി അച്ചാറൊക്കെ ആണെങ്കിൽ 2 മണിക്കൂർ വേണം. 2 മണിക്കൂർ വേണം ഉണ്ടാക്കാനല്ലേ. കരിമീനൊക്കെ നൈസായിട്ട് പെട്ടെന്ന് തന്നെ എല്ലാം ക്ലീൻ ചെയ്ത് അപ്പോൾ തന്നെ വറുത്താൻ കൈയോടെ കൊടുക്കാമല്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കാം. നമുക്ക് ആദ്യം തന്നെ ഞണ്ട് എടുക്കാം അല്ലേ. അപ്പോൾ അതെ നമ്മൾ ഞണ്ടെടുത്തേക്ക് ചേച്ചി. അപ്പോൾ ഇതെന്തൊക്കെയാണ് ചെയ്യണ്ടേ? ഇത് നല്ലപോലെ കഴുകണം, കഴുകിയിട്ട് മണ്ണില്ലാതെ ഒത്തിരി വെള്ളത്തിൽ കഴുകിയിട്ട് നമ്മൾ കാലെല്ലാം ഒടിച്ച് പിന്നെ പാത്രത്തിനകത്താക്കി വെച്ച് ആവി കയറ്റുക. പുഴുങ്ങിയെടുക്കും. അപ്പോൾ റോസ്റ്റിന് വേണ്ടിയിട്ട് ആദ്യം അതാണ് ചെയ്യാനല്ലേ. കറിക്ക് ജീവനോട് തന്നെ ഒടിച്ച് നുറുക്കി അങ്ങ് ഇടുമല്ലോ. ഇതാണ് വ്യത്യാസം. റോസ്റ്റിന് പുഴുങ്ങണം, കറിക്കാണെങ്കിൽ പുഴുങ്ങണ്ട അല്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും ക്ലീനിങ് കഴിഞ്ഞ് നമുക്ക് പാത്രത്തിലിടാം അല്ലേ. അപ്പോൾ ചേച്ചി ക്ലീൻ ചെയ്തു. അപ്പോൾ അതെ ക്ലീൻ ചെയ്ത് എനിക്ക് കൈ കിട്ടിയിട്ടുണ്ട്. ജീവൻ മീൻസ് നന്നായിട്ട് വൃത്തിയാക്കി നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. മണലെല്ലാം കളഞ്ഞ് ചേച്ചി നന്നായിട്ട് വൃത്തിയായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ചേച്ചി ഇനി ബാക്കി ഉപ്പിടണം അതിനകത്ത്. ഇച്ചിരി ഉപ്പിടണം. ഇത് ഒടിക്കണ്ടായോ? എല്ലാം ഒടിച്ചിട്ടിരിക്കുവാണല്ലേ. സ്വല്പം കുരുമുളക് പൊടിയല്ലേ. അപ്പോൾ ഇതിനകത്ത് മഞ്ഞപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി. മഞ്ഞപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി ഇത് 3 കൂടി ഇട്ടിട്ടുണ്ട്. ഇവിടെ ഷേർലി ചേച്ചി ഒന്നും മിണ്ടാത്തതിന്റെ സൈഡിൽ നിന്ന് ചേച്ചിയുടെ പേരെന്താ? ഷേർലി ചേച്ചിയാണ്. ചേച്ചി അവിടെ നിന്ന് പറഞ്ഞാൽ തലവലിക്കാൻ മാത്രം പോലെ എല്ലാം പറഞ്ഞു കൊടുക്കണമെന്ന് അവിടെ നിന്ന് പറയാണ്. അപ്പം അത് വെള്ളം ഉണ്ടല്ലേ. അവിടെ നിന്ന് പറയാം ഫ്രഷ് മീനുണ്ടെന്ന്, എല്ലാം ഫ്രഷ് സാധനങ്ങളെല്ലാം ഉണ്ടെന്നാണ് ചേട്ടന്മാരെല്ലാം വിളിച്ച് പറയുന്നുണ്ട്. ഇവിടെ വന്നാൽ ശരിക്കും നല്ല ഫ്രഷ് ആയിട്ടുള്ള സംഭവങ്ങളും കിട്ടും. അല്ലാണ്ട് കരിമീനും ബാക്കി എല്ലാ മത്സ്യങ്ങളും ഒരുവിധം കിട്ടാവുന്ന എല്ലാം നമുക്ക് ഇവിടെ കിട്ടും. കണ്ടില്ലേ നേരത്തെ ഞണ്ടും എന്താ പറയുക നമ്മുടെ ചെമ്മീനൊക്കെ വലിയ ചെമ്മീനൊക്കെ കിട്ടിയില്ലേ, അതൊക്കെ തന്നെ സംഭവങ്ങൾ. അപ്പോൾ ഇതൊക്കെ ഒടിച്ച് നല്ല കുരുമുളക് പൊടിയും മഞ്ഞപ്പൊടി ഉപ്പും കൂടി ഇട്ട് വെള്ളത്തിലൊക്കെ ഒന്ന് കലക്കി സാധനം വേവാൻ വേണ്ടി വെച്ചേക്കുക. ഇത് എത്ര മിനിറ്റ് എടുക്കും ചേച്ചി? 10 മിനിറ്റ് വെച്ചാൽ മതി. 10 മിനിറ്റ് അല്ലേ. 10 മിനിറ്റ് നമുക്ക് കാത്തിരിക്കാം. അത് ഒന്ന് പുഴുങ്ങി ഒരു പരുവമാണോ വരെ അല്ലേ. നല്ല കുരുമുളക് പൊടിയുടെ മണം വരുന്നു. നമ്മൾ കുരുമുളക് പൊടി ഇട്ട് നല്ല കുരുമുളക് പൊടിയുടെ മണമുണ്ട് ആ ഒരു ഇതിന് ആവിക്ക്. ഇത് വെന്തുണ്ട്. അപ്പോൾ ഇത് ഞണ്ട് വെന്ത് കഴിഞ്ഞു. അടുത്ത പാൻ വെച്ച് ഇത് എന്ത് ചെയ്യാൻ പോയി? പൊളിക്കാൻ വേണ്ടിയിട്ടല്ലേ. ഇത് പൊളിക്കാൻ ഞണ്ട് ശരിക്കും ഒന്നും കൂടി പൊളിക്കാൻ വേണ്ടി മാറ്റാൻ കൊടുക്കാറുള്ളത്. അപ്പോൾ ജോയിച്ചേട്ടനാണല്ലേ പൊളിക്കണത്. നല്ല പുകയെ ആവിയൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. ചൂട് മാറണല്ലേ. അപ്പൊ അതിന്റെ ചൂട് മാറിയാലേ ഒന്ന് പൊളിക്കാൻ പറ്റത്തുള്ളൂ. അതുവരെ നമുക്കത് ഇവിടെ ജോയിച്ചേട്ടനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇതിപ്പോ നമ്മൾ അതിന്റെ എണ്ണ ഒഴിക്കുകയാണ്. ഇനി അതിന്റെ മറ്റേ മസാല കൂട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇത് സാധാരണ ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വന്ന് ഓർഡർ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ വീട് താഴത്തെ തന്നെയല്ലേ വീട് ചേച്ചി? താഴത്തെ തന്നെ വീടാണ്. അപ്പോൾ വീട്ടിൽ നിന്നാണ് സാധാരണ പ്രിപ്പയർ ചെയ്ത് കൊടുക്കാറ്. ഇപ്പം നമുക്ക് വേണ്ടിയിട്ടാണ് ചേച്ചി ഗ്യാസും സ്റ്റൗവും എല്ലാം കൂടി എടുത്ത് നമുക്ക് ഈ കടയെല്ലാം കൂടി കാണിച്ച് മൊത്തം ഇവിടെ നിന്ന് ചെയ്ത് നമുക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തു തരുന്നത്. ശരിക്കും ഇത് വീട്ടിൽ പോയാണ് പ്രിപ്പയർ ചെയ്ത് തരുന്നത് ചേച്ചി. ആൾക്കാർ വന്ന് ഓർഡർ പറയുമ്പോൾ ചൂടുണ്ടാവില്ല ചേച്ചി. കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഇടുക. കടുക് പൊട്ടിക്കാൻ ഇട്ടിട്ടുണ്ട്. കടുക് പൊട്ടുന്നുണ്ട്. സവോള അവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചേച്ചി. ഓൾറെഡി നമുക്ക് വേണ്ടി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. കറിവേപ്പില നല്ലതായിട്ട് തെറിക്കുന്നുണ്ട്. ചോദിച്ചേട്ടാ പറയാം നല്ല പവറുള്ള കറിവേപ്പിലയാണ്. എടുപ്പിക്കല്ലേ ചേച്ചി. ചേച്ചി ഇപ്പുറത്തോട്ട് വന്നിട്ട് നമ്മളെ എന്നെ ഒരു സൈഡിലോട്ട് പിടിച്ച് ആക്കിയിട്ടുണ്ട്. അരപ്പല്ലേ ഇട്ടെല്ലാം കൂടി ഒന്ന് മൂപ്പിക്കാൻ വേണ്ടി വെച്ചേക്കാണ്. നിങ്ങൾ രണ്ടുപേരും കൂടെ ആണോ എല്ലാം പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നത്? അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ. ഇതിപ്പോ പള്ളി എടുത്ത കാരണം നല്ല തിരക്കൊക്കെ ആയിരിക്കുമല്ലോ പള്ളി പെരുന്നാളൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും അല്ലേ. അപ്പുറത്ത് ചേച്ചി പൊളിക്കുന്നുണ്ട്. ഞണ്ട് പൊളിക്കുവാണ്. ഞാൻ കിട്ടുക ചേച്ചി. ഞാൻ വരാണ്ടൊന്നും ഇടട്ടല്ലേ. ഇപ്പൊ വരാം. ഞണ്ട് ഇവിടെ പൊളിച്ച് അതിന്റെ കാലൊക്കെ വെട്ടിക്കളയുന്നുണ്ട്.
അതായത് ആവശ്യത്തെ കുറച്ച് എക്സ്റ്റെൻഡ് കിടന്ന പാർട്സൊക്കെ എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞ് അതിന്റെ തോട് ഇങ്ങനെ പൊളിച്ച് കളയാം. ഒന്ന് കാണിക്കാം ചേച്ചി. പൊന്നുണ്ടല്ലേ? അല്ല, ആ മുട്ടയെന്ന് പറയും, ചിലത് പൊന്നെന്ന് പറയും, പൊന്നെന്ന് പറയും, മുട്ടയെന്ന് പറയും, പല പേരാണ് പല സ്ഥലത്തും അല്ലേ.